മുഖത്തെ പോലെ തന്നെ നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ഉപ്പൂറ്റി ഭാഗത്തിൻ്റെയും സൗന്ദര്യം കൂട്ടാനും ഉപ്പൂറ്റിയുടെ വെടിച്ചീറലൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകും ഈ ഒരു ക്രീമിൽ നിന്ന്. നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചീറലും കൈയുടെ സൗന്ദര്യക്കുറവും കാലിൻ്റെ സൗന്ദര്യക്കുറവും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. അത് തയ്യാറാക്കുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിന് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് കൈകളുടെ സൗന്ദര്യവും കാലുകളുടെ സൗന്ദര്യവും ഒക്കെ കൂട്ടാനും കൂടാതെ തന്നെ നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തുണ്ടാകുന്ന വെടിച്ചീറലൊക്കെ മാറ്റാനായിട്ട് ഈ പറയുന്ന ക്രീം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ തുടച്ച് മാറ്റി നല്ല പോലെ നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ ആണെങ്കിലും കൈയുടെ ആണെങ്കിലും ഉപ്പൂറ്റിയുടെ ആണെങ്കിലും ഒക്കെ സൗന്ദര്യം കൂട്ടാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് കണ്ടു നോക്കിയാലോ. കാലുകളുടെയും കൈകളുടെയും സൗന്ദര്യവും ഉപ്പൂറ്റി ഭാഗത്തുണ്ടാവുന്ന വെടിച്ചീറലും പൂർണ്ണമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ഒരു ബൗള് വേണം. ആ ഒരു ബൗള് നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം കാണാനായിട്ട് പാടില്ല. അത് നല്ലതുപോലെ നമ്മൾ വെള്ളമെല്ലാം മാറ്റി നല്ലപോലെ തുടച്ച് വേണം ആ ഒരു ബൗള് എടുക്കാനായിട്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് വീട്ടിലുള്ളതാണെങ്കിൽ അതെടുക്കാം, കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അതെടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ ജെല്ല് നിങ്ങൾക്ക് എടുക്കാം. അതില്ല എങ്കിൽ നിങ്ങൾ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അങ്ങനെ കുക്കുംബർ ജ്യൂസും അലവേറ ജെല്ലും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാൻ പോവുകയാണ് ഞാൻ. ഈ കുക്കുംബർ ജെല്ലെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ജ്യൂസ് ആണെങ്കിൽ അതും നല്ലതാണ്. ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതിയാകും. ഇപ്പം ജ്യൂസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജെല്ലാണെങ്കിൽ നമ്മളിപ്പം എത്ര നാളും പുറത്ത് വെച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെല്ലെടുക്കാനായിട്ട്. കുക്കുംബർ ജെല്ല് ജ്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം പുറത്തിരിക്കും. പിറ്റേ ദിവസം ചിലപ്പോൾ കേടായി പോകും. അതുകൊണ്ട് പുറത്ത് വെക്കാനായിട്ട് നമുക്ക് ഈ ജ്യൂസിൽ നിന്ന് തയ്യാറാക്കുകയാണെങ്കിൽ സാധിക്കില്ല. ജെല്ലാണെങ്കിൽ കുറച്ച് ദിവസം പുറത്ത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അതിനുശേഷം ഇതാ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അതൊരു ജെല്ലി രീതിയിലായത് മാറിയത് നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ, ജെല്ലി രീതിയിലായത് മാറിയത് കണ്ടല്ലോ. നമ്മുടെ കുക്കുംബർ ജ്യൂസും അലവേറ ജെല്ലും കൂടി ചേർത്ത് നല്ല പോലെ ഒരു തിക്ക് രീതിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പെട്രോളിംഗ് ജെല്ലാണ്, അതായത് വാസ്ലൈൻ വളരെയധികം നല്ലതാണ്. നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തെ ആണെങ്കിലും കൈകളുടെയും കാലുകളുടെയും സൗന്ദര്യക്കുറവിനെയൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ വാസ്ലൈനിൽ നിന്ന് സാധിക്കും. അതായത് പെട്രോളിംഗ് ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. വാസ്ലൈൻ നമുക്ക് വെറുതെ ഇടാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഗുണങ്ങൾ കിട്ടും. അതില്ല എങ്കിൽ കുഴപ്പമില്ല. ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്തും നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാവുന്നതാണ്. വാസ്ലൈൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വാസ്ലൈൻ കൈ ഇട്ടിട്ട് അത്രയും എടുത്താൽ മതിയാകും. ഇത്രയും മതി കേട്ടോ. നമ്മളിത് ഉരുക്കി എടുക്കണ്ട. നമ്മളിങ്ങനെ ആക്കിയിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കയറി അങ്ങ് മെൽറ്റായി ആ ഒരു ക്രീമുമായിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സായി കിട്ടും. നമ്മൾ കുറച്ച് മിക്സ് ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഉരുക്കി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അലവേറ ജെല്ലിലേക്ക് അത് ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങ് ചേർത്തത്. നമ്മളിപ്പോൾ മിക്സ് ആക്കിയപ്പോൾ നല്ലപോലെ ഇതായത് കണ്ടല്ലോ. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. ഒരു 3 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കണം. നമ്മുടെ മുഖത്ത് മാത്രമല്ല വിറ്റാമിൻ ചേർക്കേണ്ടത്, നമ്മുടെ സ്കിന്നിൻ്റെ ഭാഗമായിട്ടുള്ള കാലുകൾക്കും കൈകൾക്കും നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തും ഒക്കെ നമുക്ക് വിറ്റാമിൻ്റെ കുറവുകളുണ്ടാവും. അതിനെയൊക്കെ പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്രീമിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്തത്. 3 or 4 ഇടാം, മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല, ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഞാൻ ചേർത്തിട്ടുണ്ട്.
ഒരു 3 എണ്ണമാണ് ഞാനിവിടെ ചേർത്തത്. അതിനുശേഷം നല്ലതുപോലെ മിക്സാക്കി ഇനി ഞാൻ ഇവിടെ ചേർക്കുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ആക്കണം. മിക്സ് ആക്കുന്നതനുസരിച്ച് അതൊരു തിക്കായിട്ടൊരു ജെല്ലി രീതിയിലായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്രീം. ഇത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരുന്നാലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പം ജ്യൂസായ കുക്കുംബർ ജ്യൂസ് ചേർത്തുകൊണ്ട് ചിലപ്പം കാലാവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പം കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ചെറിയൊരു ടിന്നിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വെക്കാം. എന്തായാലും ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ടുള്ള റിസൾട്ടും കൂടി നിങ്ങളെ കാണിക്കാം. അതായത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കൈകളിൽ. ഞാൻ കൈകളിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ കൈയുടെ മുന്നത്തെ ആ ഒരു നിറമൊക്കെ കണ്ടല്ലോ. എന്തായാലും ഇട്ടതിന് ശേഷം തുടച്ചിട്ടുള്ള വ്യത്യാസവും ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ കയ്യിലിടുന്ന സമയത്ത് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീം ആ ഒരു നമ്മുടെ ചർമ്മത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനൊക്കെ ഇടയാക്കും. കാരണം നമുക്ക് വളരെ നോർമൽ ഒരു മസാജ് കൊടുത്താൽ മതി, വളരെ കൂടുതലായിട്ട് മസാജ് ഒന്നും കൊടുക്കണ്ട. ഞാനങ്ങനെ മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തുടച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു ടിന്നിനകത്ത് ഇട്ട് വെച്ചാലും നല്ലതാണ്. കണ്ടല്ലോ, ആ ഒരു നല്ല അടിപൊളി ഒരു ക്രീമായിട്ടിരിക്കുന്ന കണ്ടല്ലോ. ഞാൻ എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞു തുടച്ച് നിങ്ങളെ കാണിക്കാം. നമുക്കൊരു ദിവസം മൊത്തവും ഒരു രാത്രി മൊത്തവും ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഇപ്പം കാലിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ തുടച്ച് കഴിയുമ്പോൾ മാറും. ഞാൻ കയ്യിൽ നിന്ന് തുടയ്ക്കുകയാണ്. നിങ്ങൾ ആ ചർമ്മത്തിൻ്റെ വ്യത്യാസം കണ്ടല്ലോ, ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. ഞാൻ കാലയിലും ഇട്ടിട്ടുള്ള വ്യത്യാസം കാണിക്കാം. നമുക്ക് കാലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്രീം. ഇതാ ഞാൻ ആദ്യമേ ഉപ്പൂറ്റി ഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഉപ്പൂറ്റിൽ അധികമായിട്ട് വെടിച്ചീറലില്ല, എന്നാൽ കുറച്ച് രീതിയിൽ വെടിച്ചീറലുണ്ട്. ആ ഒരു ഏരിയയിൽ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഇതേ രീതിയിൽ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാലേ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ചെടുക്കുക, കാലയിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നിങ്ങൾക്ക് തുടച്ച് മാറ്റാൻ പാടില്ല, രാവിലെ മാത്രം തുടച്ച് മാറ്റിയാൽ മതി. അതിനുശേഷം നമുക്കൊരു ഷോക്സ് ഇടുക. ഷോക്സ് ഇട്ടിട്ട് കാല് ഫ്രീ ആയിട്ട് വിടുക. ഒരു ദിവസം മുഴുവൻ ഈ ഒരു ഷോക്സ് ഇട്ടിട്ട് കിടന്നാൽ മതി, രാവിലെ തുടച്ച് മാറ്റിയാൽ മതി. അതെങ്ങനെയാണ് ചെയ്തത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ മാറ്റം കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക. ലോഷൻ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗത്തെ വെടിച്ചീറൽ മാറണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താലേ ഉപ്പൂറ്റിയുടെ വെടിച്ചീറൽ അതായത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ വെടിച്ചീറൽ പൂർണ്ണമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.